ഹായ് ഹലോ ഹായ് ഗൈസ്. അപ്പൊ നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. 5000-ലധികം വർഷം പഴക്കമുള്ള ഒരു ധാന്യവിളയാണ് നെല്ല്. ലോക ജനസംഖ്യയുടെ 60% ആളുകളുടെയും മുഖ്യ ആഹാരം നെല്ലരിയാണ്. ഗോതമ്പും ചോളവുമെല്ലാം മനുഷ്യാഹാരത്തിൽ മുഖ്യ പങ്കുവയ്ക്കുന്നുണ്ടെങ്കിലും നെല്ലിനെ പോലെ ബഹുമുഖമായ സവിശേഷതകളുള്ള മറ്റൊരു ധാന്യമില്ല. വിവിധ സാഹചര്യങ്ങളിൽ വളരാനുള്ള കഴിവ്, ആകൃതിയിലും പ്രകൃതിയിലുമുള്ള വൈജാന്യം, ഇഷ്ടത്തിനൊത്ത ഇനങ്ങളുടെയും വൈവിധ്യമാർന്ന ഉപഭക്ഷ്യങ്ങളുടെയും ഉടമസ്ഥാവകാശം എന്നിവയെല്ലാം നെല്ലിന് മാത്രമുള്ള പ്രത്യേകതകളാണ്. വൈവിധ്യമാർന്ന സാഹചര്യങ്ങളിലും വിവിധതരം മണ്ണിലും ഭിന്ന രീതികളിലും കൃഷി ചെയ്യാമെന്നുള്ളത് നെല്ലിന്റെ മാത്രം ഗുണവിശേഷമാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 3-4 മീറ്റർ താഴെ കിടക്കുന്ന കുട്ടനാടൻ കായൽ നിലങ്ങൾ മുതൽ 1500 മീറ്റർ ഉയരമുള്ള വട്ടവട എന്ന ഹൈറേഞ്ച് പ്രദേശം വരെ നെൽകൃഷി വ്യാപിച്ചു കിടക്കുന്നു. മലനാട്ടിലെയും ഉൾനാട്ടിലെയും തീരഭൂമിയിലെയും വ്യത്യസ്ത ഭൂപ്രകൃതിയുമായി ഇണങ്ങിച്ചേരാൻ നെൽച്ചെടിക്ക് കഴിയുന്നു. കാട്ടിലെ കന്യമണ്ണിലും നാട്ടിലെ വെട്ടുകൽ പ്രദേശത്തും തീരപ്രദേശത്തെ മണൽ മണ്ണിലും നെല്ല് നന്നായി വളരുന്നുണ്ട്. അതുപോലെ തന്നെ ചിറ്റൂരിലെ ചുണ്ണാമ്പ് മണ്ണെന്നോ കുട്ടനാടിലെ പുളിമണ്ണെന്നോ വൈക്കത്തെ കരിമണ്ണെന്നോ ഉള്ള വ്യത്യാസം നെല്ല് കാണിക്കാറില്ല. വെള്ളായണിയിലെ ശുദ്ധജലത്തിലും വൈറ്റിലയിലെ ഒരു വെള്ളത്തിലും വളരാൻ നെല്ലിന് മടിയില്ല. വേഴാമ്പലിനെ പോലെ ദാഹജലത്തിന് ആകാശത്ത് കണ്ണും നട്ട് പറമ്പുകളിൽ വളരുന്ന മോഡനും കഴുത്തോളം വെള്ളത്തിൽ നിന്ന് തപസ് ചെയ്യുന്ന കുളപ്പാലയും നെല്ലിന്റെ വൈവിധ്യത്തിനുള്ള മറ്റു സാഹചര്യ തെളിവുകളാണ്. നെൽകൃഷി രീതിയിലും ഏറെ വൈവിധ്യമുണ്ട്. വെള്ളം കെട്ടി നിൽക്കാത്ത പറമ്പുകളിലെ മോഡൻ കൃഷി, പൊടി വിതച്ചോ ഞാറു നട്ടോ ഉള്ള വിരിപ്പ് കൃഷി, ചേറ്റിൽ വിതച്ചോ ഞാറ് പറിച്ചു നട്ടോ ഉള്ള മുണ്ടകൻ കൃഷി എന്നിവയെല്ലാം ഈ വൈവിധ്യത്തിന് ഉദാഹരണങ്ങളാണ്. ഇതിനു പുറമെ വ്യത്യസ്ത ഭൂപ്രകൃതിക്ക് അനുയോജ്യമായ കൃഷി സമ്പ്രദായങ്ങളും നിലവിലുണ്ട്. 26 ജാതികളുള്ള നെൽവർഗത്തിൽ 22 എണ്ണം മാത്രമേ തറവാടുകളായി കണക്കാക്കപ്പെടുന്നുള്ളൂ. അവയിൽ തന്നെ കൃഷിയുക്തമായത് വെറും 2 എണ്ണം മാത്രമാണ്. ബാക്കിയുള്ളവ കൃഷിക്ക് പറ്റാത്ത കാട്ടുജാതിക്കാരാണ്. സ്വഭാവത്തിലും വ്യത്യസ്ത പുലർത്തുന്നവയാണ് നെൽജാതികൾ. ഇൻഡിക്കോ ഉപവർഗത്തിൽപ്പെട്ടവ ഉൽപാദനശേഷി കുറഞ്ഞവയാണെങ്കിലും രോഗകീടബാധയോട് മല്ലിടാൻ കെൽപ്പുള്ളവയാണ്. കൂടുതൽ ഉൽപാദനക്ഷമതയുള്ള ജാപ്പോണിക്ക വർഗ്ഗക്കാർ രോഗകീടബാധയ്ക്ക് എളുപ്പം പിടികൊടുക്കും. കഞ്ഞിക്കും ചോറിനും പുറമെ മറ്റു പല ഉപഭക്ഷ്യവസ്തുക്കളുടെയും ഉടമയും കൂടിയാണ് നെല്ല്. ഇവയിൽ മലർ, അവിൽ, പൊരി എന്നിവ എടുത്തു പറയേണ്ടവയാണ്. കൂടാതെ ഇഡ്ഡലി, ദോശ, പുട്ട്, അപ്പം, ഇടിയപ്പം, പത്തിരി തുടങ്ങിയ പാലട വരെ നിരവധി സ്വാദിഷ്ട ഭോജ്യങ്ങളിലെ മുഖ്യ പങ്കാളിയാണ് നെല്ലരി എന്നോർക്കുമ്പോൾ നമ്മുടെ നിത്യജീവിതവുമായി നെല്ലിനും നെല്ലരിക്കുമുള്ള ബന്ധം മുറിയാതെ നിൽക്കുന്നു. ഭക്ഷണത്തിന് പുറമെ മതപരമായ ചടങ്ങുകൾക്കും മറ്റു പല സാമൂഹ്യചാരങ്ങൾക്കും നെല്ലും അരിയും സാക്ഷ്യം വഹിക്കുന്നു. നിറപറ ഐശ്വര്യത്തിന്റെ സമൃദ്ധിയുടെയും പ്രതീകമാണ്. നവരാത്രി ആഘോഷങ്ങളിൽ മലരിനും അവലിനുമുള്ള പ്രാധാന്യം ഹരിശ്രീ കുറിക്കാൻ ഉണക്കലരിക്കുമുണ്ട്. കോലം വരയ്ക്കാനും കളം എഴുതാനും അരിപ്പൊടി വേണം. കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഓണവും വിഷുവുമെല്ലാം കൃഷിയും കൊയ്ത്തുമായി ബന്ധമുള്ള ഉത്സവങ്ങളാണ്. പുത്തരി ഉണ്ണാനും പത്തായം നിറയ്ക്കാനും അരിയും നെല്ലും കൊണ്ടേ സാധിക്കൂ. എന്തിന്, സാഹിത്യത്തിൽ പോലും പട്ടും മളയും നേടാൻ കന്നിക്കൊയ്ത്തിനും മകരക്കൊയ്ത്തിനും കഴിഞ്ഞത് നെൽകൃഷിയുള്ളത് കൊണ്ടായിരുന്നില്ലേ?